ജീവൻ നിലനിർത്താൻ എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടത് ഒന്ന് തന്നെ. അതിനിടയിൽ പരസ്പരം പോരടിക്കാൻ സമയമില്ല. ചാലക്കുടി പുഴയിൽ നിന്നുള്ള ഈ കാഴ്ച നാട്ടിലെ വരൾച്ചയുടെ ആഴം നമുക്ക് മനസ്സിലാക്കി തരുന്നു. അസഹനീയമായ ചൂടാണ് കാടിനകത്ത്. ദാഹം തീർക്കാനും മൃഗങ്ങൾക്ക് ശരീരം തണുപ്പിക്കാനും വെള്ളമില്ല. കുടിവെള്ള സ്രോതസ്സുകൾ വറ്റിവരേണ്ടതോടെ അതിരപ്പിള്ളി മേഖലയിലെ ജനങ്ങളുടെ ആശ്രയവും ഈ പുഴ തന്നെ. പുഴയിലിറങ്ങി ദാഹമകറ്റുന്ന കാട്ടാനകൾ, ചാലക്കുടി പുഴയിലിറങ്ങി കുളിക്കുന്ന പ്രദേശവാസികളും എല്ലാം ഒറ്റ ഫ്രെയിമിൽ. ഫൈസൽ അന്നമനട പകർത്തിയ ഈ ദൃശ്യങ്ങളിൽ തെളിനീരിനു വേണ്ടി എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന സന്ദേശമാണ് നൽകുന്നത്. മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ. MS ലിഷോയുണ്ട് തൃശ്ശൂർ നമുക്കൊപ്പം. ലിഷോയ് തന്നെ പലവട്ടം പങ്കുവച്ചിട്ടുള്ളതാണ് ഈ ആനയുണ്ടാക്കുന്ന ആശങ്കകൾ അല്ലേ? ആനയെ ഓടിക്കുന്ന ദൃശ്യങ്ങൾ, ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങൾ, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ ആന വെള്ളം കുടിക്കുമ്പോൾ ഒരു ചേട്ടൻ പുറകെ നിന്ന് തോർത്തുകൊണ്ട് മേലൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം വന്നപ്പോൾ മനുഷ്യനും ആനയെ പേടിയില്ല, ആനയ്ക്ക് മനുഷ്യനെയും പേടിയില്ലല്ലേ? നമ്മുടെ നാട്ടിൽ വരൾച്ച എത്രത്തോളം ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് ഇത്. കാരണം ഈ സാധാരണഗതിയിൽ അതിരപ്പള്ളി മേഖലയിലൊക്കെ വലിയ തോതിൽ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. കാട്ടാനകളെ തുരത്താനായി ആളുകളേക്ക് നേരെ പാഞ്ഞെടുത്തുകൊണ്ട് കാട്ടാനകളും എത്താറുള്ളൊരു സ്ഥലം കൂടിയാണ്. പക്ഷേ ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാണ്. എല്ലാവരും വെള്ളം എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഈ പുഴയിൽ ഒന്നിച്ച് നിൽക്കുകയാണ്. അതിന് പരസ്പരം പോരടിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. എന്തായാലും ഈ വരൾച്ചയുടെ കാടിനകത്ത് വെള്ളമില്ല, അതിനോടൊപ്പം തന്നെ നീർച്ചോലകളെല്ലാം തന്നെ വറ്റി വരണ്ടു. അപ്പോൾ ഈ ചാലക്കുടി പുഴ മാത്രമാണ് ഈ മൃഗങ്ങൾക്ക് ആശ്രയം. അതുപോലെ തന്നെയാണ് ആളുകൾക്കും അവരുടെ വീടുകളിലും കിണറുകളിലും എല്ലാം തന്നെ വെള്ളമില്ലാത്ത അവസ്ഥ. അപ്പോൾ അവർക്കും ആശ്രയം ചാലക്കുടി പുഴയാണ്. ആ ഒരു ഫ്രെയിമിൽ എല്ലാം ഉണ്ട്.